ഹായ് എവരിവൺ, വെൽക്കം ടു സിലബസ് അക്കാഡമി. നമ്മൾ ഇന്ന് ബയോളജിയിലെ കാറ്റഗറി 2-ത്തെ ഡിസീസ് എന്ന് പറയുന്ന പോർഷൻ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പാത്തോജനിക് ഡിസീസസ് ആണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഈ ഒരു ചാപ്റ്റർ പഠിക്കുമ്പോഴേക്കും നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഏത് ഡിസീസ് ആണ്, ഏതാണ് പാത്തോജനിക് പോസിറ്റീവ് ഓർഗാനിസം, അത് ഏതെങ്കിലും ഒരു സ്പെസിഫിക് ഓർഗനെയാണ് ഇൻഫെക്ട് ചെയ്യുന്നതെങ്കിൽ ആ ഒരു ഓർഗനും എന്തെങ്കിലും വാക്സിൻ അസോസിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഓർത്തിരിക്കണം. പ്ലസ് വെക്ടർ മീഡിയേറ്റഡ് ആണെങ്കിൽ ആ ഒരു വെക്ടറിന്റെ പേരും ഓർത്തിരിക്കാം. ഇത്തരം കാര്യങ്ങളാണ് ഒരു ഡിസീസിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോഴേക്കും ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ എന്താണ് ഡിസീസ് എന്ന് നമുക്ക് നോക്കാം. നമുക്കറിയാം നമ്മളുടെ ബോഡി എന്ന് പറയുന്നത് ഒരു നോർമൽ ഫങ്ഷൻ ചെയ്യുന്നത് ഒരു മെഷീനായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പോൾ എന്തെങ്കിലും ഒരു അബ്നോർമാലിറ്റി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ആ നോർമൽ ഫങ്ഷനിങ്ങിൽ പ്രോബ്ലംസ് ഉണ്ടാവും. അതിന് നമുക്ക് ഡിസീസ് എന്ന് വേണമെങ്കിൽ പറയാം, അല്ലേ? ആ അബ്നോർമൽ കണ്ടീഷൻ ദാറ്റ് അഫക്ട്സ് ദ സ്ട്രക്ചർ, അത് ഏതെങ്കിലും ഒരു ഭാഗത്തെ ആവാം, അല്ലെങ്കിൽ ഫങ്ഷൻ ഓഫ് പാർട്ട് ഓൾ ഓഫ് ദ ബോഡി, ഏതെങ്കിലും ഒരു ഫങ്ഷനെ അഫക്ട് ചെയ്യാനുണ്ട്. ചിലപ്പോൾ ബ്രീതിങ് ഡിഫിക്കൽറ്റി വരാം, അല്ലെങ്കിൽ ഡൈജസ്റ്റീവ് പ്രോബ്ലംസ് വരാം. അത് ചിലപ്പോൾ ഒരു പാർട്ടിനെ ആവാം, അല്ലെങ്കിൽ എൻറ്റയർ ബോഡി. ഇപ്പൊ ഫീവർ ഒക്കെ വന്നു കഴിഞ്ഞാൽ എൻറ്റയർ ബോഡീനെ അത് നമ്മൾ തളർത്തി കളയും, ഇല്ലേ? അതിനൊക്കെ നമ്മൾ എന്ത് വിളിക്കാം, ഒരു ഡിസീസ് ആയിട്ട് പറയാം. ഇനി ഇത് വരുമ്പോഴേക്കും അതിനൊരു സ്പെസിഫിക് ആയിട്ടുള്ള സൈൻസ് ഉണ്ടാവും, സിംറ്റംസ് ഉണ്ടാവും, അല്ലെ? ആ ഒരു സൈനും സിംറ്റം വെച്ചിട്ടാണ് ഡോക്ടേഴ്സ് ഓരോ ഡിസീസിനെ ഡയഗ്നൈസ് ചെയ്യുന്നത്. ഇനി ഡിസീസസ് എന്ത് കാരണങ്ങൾ കൊണ്ടാണ് വരുന്നതെന്ന് നോക്കാം. എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് ആവാം. എൻവയോൺമെന്റിൽ ഇൻക്രീസ് ചെയ്യുന്ന പൊല്യൂഷൻ ആവാം, മാറി മാറി വരുന്ന ക്ലൈമാറ്റിക് ചേഞ്ചസ് ആവാം ഡിസീസ് ഉണ്ടാക്കാനുള്ള കാരണം. ഇൻഫെക്റ്റീവ് ഏജൻസ്, ഇല്ലേ? നമ്മൾ ഇപ്പോ ഇൻഫെക്ഷസ് ഏജൻസ് ആയ മൈക്രോ ഓർഗാനിസംസ്, അതായത് ബാക്ടീരിയ, വൈറസ്, ഫംഗസ്, ഇവരായിട്ടൊക്കെ എന്തെങ്കിലും ഒരു കോണ്ടാക്ട് വരുമ്പോൾ, അല്ലെങ്കിൽ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള പേഴ്സണായിട്ട് കോണ്ടാക്ട് വരുമ്പോഴേക്കും നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മൈക്രോബിയൽ ഡിസീസസ് വരാൻ ചാൻസ് ഉണ്ട്. ഇൻഹറന്റ് ഫാക്ടേഴ്സ് ആവും. നമുക്ക് എന്തെങ്കിലും ജനറ്റിക് ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ നമ്മളുടെ ഇൻഹെറിറ്റ് ചെയ്യുക, പാരൻസിൽ നിന്ന് കിട്ടിയ ഡിസീസസ് ഉണ്ടാവാം. ഓക്കെ, അതുപോലത്തെ ഡിസീസസ് ആവും. പിന്നെ ഇന്റേണൽ ഡിസ്ഫങ്ഷൻസ് ആവാം. അലർജീസ് എന്ന് പറയുമ്പോൾ ചിലർ പറയുന്നത് ചില മെഡിസിൻസുമായിട്ടായിരിക്കും അവർക്ക് അലർജീസ് ഉണ്ടാവാം. ചിലർ പറയുന്നത് ക്ലൈമാറ്റ്, അതായത് എക്സ്ട്രീം ഹീറ്റ് വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എയർ പൊല്യൂഷൻ ഒക്കെ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഡസ്റ്റ് പാർട്ടിക്കിൾസ് നിന്നും അവർക്ക് ചിലപ്പോ അഡ്ജസ്റ്റ് ചെയ്തു പോകാൻ പറ്റില്ല. അങ്ങനെയുള്ളവർക്കൊക്കെ അലർജിക് സിംറ്റംസ് അവിടെ ട്രിഗർ ചെയ്യും. അതുപോലെ ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡേഴ്സ്. എന്താണ് ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡേഴ്സ് എന്ന് പറയുന്നത്? നമ്മളുടെ ബോഡിക്ക് വാരിയേഴ്സ് ഉണ്ട്. അതായത് നമ്മളുടെ സോൾജേഴ്സ് എന്ന് പറയുന്നത് നമ്മളുടെ ഇമ്മ്യൂൺ സെൽസ് ആണ്. ഈ ഇമ്മ്യൂൺ സെൽസ് ചില സമയത്ത് നമ്മളുടെ സ്വന്തം സെൽസിനെ എന്ത് ചെയ്യും, അറ്റാക്ക് ചെയ്യും. ഓക്കെ, ആ ഒരു കണ്ടീഷനിൽ വരുന്ന ഡിസീസിനെയാണ് ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡേഴ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തത് മൈക്രോ ഓർഗാനിസംസ് ആണ്. എന്താണ് മൈക്രോ ഓർഗാനിസംസ് എന്ന് പറയുന്നത്? മൈക്രോ ഓർഗാനിസംസ് ആർ ലിവിംഗ് ഓർഗാനിസം ദാറ്റ് ആർ ടു സ്മോൾ ടു സീ വിത്ത് അവർ നേക്കഡ് ഐസ്. നമുക്ക് നമ്മളുടെ കണ്ണുകൾ കൊണ്ട് കാണാൻ പറ്റുന്ന അത്രയും ചെറിയ മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള ആൾക്കാരെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, മൈക്രോബ്സ് അല്ലെങ്കിൽ മൈക്രോ ഓർഗാനിസംസ് എന്ന് വിളിക്കുന്നത്. ഇവര് ഏകകോശ ജീവികളാവാം, അല്ലെങ്കിൽ മൾട്ടി സെല്ലുലർ ആയിരിക്കാം, അല്ലെങ്കിൽ പ്രത്യേകിച്ച് സെൽ എന്ന് പറയുന്ന രീതി ഒരു ഡെഫിനിഷൻ കൊടുക്കാൻ പറ്റാത്ത ഓർഗാനിസംസ് ആവാം. ദേ ക്യാൻ ബി പാത്തോജനിക് ഓർ നോൺ പാത്തോജനിക്. എന്താണ് പാത്തോജനിക് മൈക്രോ ഓർഗാനിസംസ് എന്ന് പറയുന്നത്? ഒരു ഹോസ്റ്റ്, സപ്പോസ് നമ്മളുടെ ബോഡിയിലേക്ക് ഒരു ഓർഗാനിസം എൻ്റർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ട്, ഡിസീസ് കണ്ടീഷൻ ഉണ്ടാക്കാൻ ത്രാണിയുള്ള ഒരു ഓർഗാനിസത്തിന് നമ്മൾ എന്ത് വിളിക്കാം, പാത്തോജനിക് ഓർഗാനിസംസ് എന്ന് വിളിക്കാം. അല്ലെങ്കിൽ ഇവരെ ഇൻഫെക്ഷസ് ഏജന്റ് എന്നും കൂടി വിളിക്കാം. കാരണം എന്താണ്, അവർ നമ്മളുടെ ബോഡിയിൽ ഒരു ഇൻഫെക്ഷൻ ട്രിഗർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി അല്ലാതെ ചില ഓർഗാനിസംസ് ഉണ്ട്. ഇപ്പോൾ സപ്പോസ് നമ്മളുടെ സ്കിന്നിലും ഗട്ടിലുള്ള മൈക്രോ ഓർഗാനിസത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ, സ്കിൻ എന്നറിയാം, നമുക്കറിയാം നമ്മളുടെ ഫസ്റ്റ് ലൈൻ ഓഫ് ഡിഫൻസ് ആണ് നമ്മുടെ സ്കിന്നിൽ ഉള്ള മൈക്രോ ഓർഗാനിസംസ് എന്ന് പറയുന്നത്. ഓക്കെ, നോർമൽ ഫ്ലോറയാണ് അവർ. അതുപോലെ തന്നെ നമ്മളുടെ ഗട്ടിലും ഉണ്ട് നോർമൽ ഫ്ലോറ. ഇവർ നമുക്ക് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുകളോ ഡിസീസ് ഒന്നും ഉണ്ടാക്കുന്നില്ല. അവരെ നോൺ പാത്തോജനിക് ഓർഗാനിസംസ് നമുക്ക് വിളിക്കാൻ സാധിക്കും. ഓക്കെ, ഇനി മൈക്രോ ഓർഗാനിസംസ് മെയിൻലി 5 തരത്തിലാണ് നമ്മൾ പറയുന്നത്.
ബാക്ടീരിയ. ബാക്ടീരിയ എന്ന് പറയുന്നത് സിംഗിൾ സെൽ ഓർഗാനിസംസ് ആണ് വിത്തൗട്ട് എനി ഡെഫിനറ്റ് ന്യൂക്ലിയസ്. നമ്മൾ സെല്ലിന്റെ പോർഷനിൽ പ്രൊക്കാരിയോട്സ് യുക്കാരിയോട്സ് ഒക്കെ പഠിച്ചപ്പോൾ പറഞ്ഞു എന്താണ് പ്രൊക്കാരിയോട്സ് എന്ന് പറയുന്നത്, എന്താണ് യൂക്കാരിയോട്സ് എന്നുള്ളത്. അപ്പൊ ബാക്ടീരിയക്ക് ഒരു വെൽ ഡിഫൈൻഡ് ന്യൂക്ലിയസ് ഇല്ല. ഇനി വൈറസ് എന്ന് പറയുകയാണെങ്കിൽ അതൊരു പ്രത്യേക തരം ഓർഗാനിസം ആണ്. അതായത് ലിവിങ് ആണോ എന്ന് ചോദിച്ചാൽ ലിവിങ് ആണ്, നോൺ ലിവിങ് ആണോ എന്ന് വെച്ചാൽ അങ്ങനെയാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? കാരണം ഏതെങ്കിലും ഒരു ലിവിങ് സെല്ലിൽ എൻ്റർ ചെയ്താൽ മാത്രമേ അവർക്ക് ആ ഒരു ലിവിങ് എന്ന് പറയുന്ന ഒരു എൻറ്റിറ്റിയിൽ നിൽക്കാൻ സാധിക്കുള്ളൂ. അല്ലെങ്കിൽ അവര് നോൺ ലിവിങ് ആയിട്ടാണ് നിൽക്കുന്നത്. ഇനി വൈറസിന്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് വൈറസ് പാർട്ടിക്കിൾ കൊടുത്തേക്കുന്നത്. അവർക്ക് ജനറ്റിക് മെറ്റീരിയൽ ഉണ്ട്, അത് DNA ആവാം RNA ആവാം. പിന്നെ അതിന് സറൗണ്ട് ചെയ്തിട്ട് അവർക്കൊരു പ്രോട്ടീൻ കോട്ട് ഉണ്ട്, അല്ലെങ്കിൽ പ്രോട്ടീൻ എൻവലപ്പ് ഉണ്ട്. ഇങ്ങനെ ഒരു സിമ്പിൾ സ്ട്രക്ചറാണ് വൈറസിന് വരുന്നത്. ഇതാണ് നമ്മുടെ ബാക്ടീരിയയുടെ ഇമേജ്. ദെൻ പ്രോട്ടിസ്റ്റ് എന്ന് പറയുന്നത് യൂണിസെല്ലുലാർ യൂക്കാരിയോട്സ് ആണ്. പ്രോട്ടിസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ പാരാമീസിയം ന്യൂക്ലിയൻ ഒക്കെ പോലെ. ഫഞ്ചി എന്ന് പറയുന്നത് മൾട്ടി സെല്ലുലാർ യൂക്കാരിയോട്സ് ആണ് വരുന്നത്. പാരസൈറ്റിക് നെമറ്റോഡ്സിൽ വരുന്നതാണ് റൗണ്ട് വേംസ് ഉണ്ട്, ഫ്ലാറ്റ് വേംസ് ഉണ്ട്. അങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇൻഫെഷ്യസ് വേംസ് ആണ് പാരസൈറ്റിക് നെമറ്റോഡ്സിൽ വരുന്നത്. ഇനി മോഡ് ഓഫ് ട്രാൻസ്മിഷൻ, എങ്ങനെയാണ് ഈ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡിസീസസ്, അതായത് മൈക്രോബിയൽ ഡിസീസസ് സ്പ്രെഡ് ഡൗൺ ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞു മൈക്രോബ്സ് എന്ന് പറയുന്നത് സ്മോൾ ആണ്, നമുക്ക് കാണാൻ സാധിക്കില്ല. ബൈ കോണ്ടാക്ട്, നമ്മളുടെ ഡയറക്റ്റ് ഫിസിക്കൽ കോണ്ടാക്ട് വഴിയിട്ട് സ്പ്രെഡ് ആവുന്ന ഡിസീസുകളുണ്ട്. അത് ഇൻഫെക്ഷസ് പേഷ്യന്റ് അല്ലെങ്കിൽ ഇൻഫെക്ഷൻ പേഴ്സൺ ആയിട്ടുള്ള ക്ലോസ് ഫിസിക്കൽ കോണ്ടാക്ട് വഴിയിട്ടായിരിക്കും അവർ വേറൊരാളിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ത്രൂ കണ്ടാമിനേറ്റഡ് ഫുഡ് ആൻഡ് വാട്ടർ. നമുക്കറിയാം മഴക്കാലമായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ടൈഫോയിഡ്, കോളറ അതുപോലത്തെ ഡിസീസുകൾ ഭയങ്കര കൂടുതലാണ്. എന്തുകൊണ്ടാണ്? മലിനമായ ജലത്തിലൂടെയാണ് കൂടുതലും ഡിസീസ് അവിടെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഇനി അതിൽ അൺസ്റ്റെറിലൈസ്ഡ് എക്യുപ്മെന്റ്സ്, നമുക്കറിയാം നമ്മൾ ഇപ്പോൾ ഹോസ്പിറ്റൽസിലൊക്കെ ചെല്ലുമ്പോഴേക്കും സ്റ്റെറിലൈസ് ചെയ്യാത്ത എക്യുപ്മെന്റ്സ് വഴിയിട്ടാണ് നമ്മുടെ ബ്ലഡ് എടുക്കുന്നത്. എങ്കിൽ അതുപോലത്തെ എന്തെങ്കിലും ഒരു കോണ്ടാക്ട് വരികയാണെങ്കിൽ ആ വഴി നമുക്ക് ഡിസീസസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. കഫിംഗ് ആൻഡ് സ്നീസിങ്, നമ്മളിപ്പോ മാസ്കോ കർച്ചീഫോ ഒന്നും ഉപയോഗിക്കാതെ ഒരു പ്ലെയിൻ ആയിട്ട് സംസാരിക്കുകയോ അല്ലെങ്കിൽ ഉറക്കെ സംസാരിക്കുമ്പോൾ, നോർമൽ സംസാരമല്ല, ഉറക്കെ സംസാരിക്കുമ്പോൾ, തുമ്മുമ്പോൾ, ചുമയ്ക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മളുടെ വായിൽ നിന്ന് ചെറിയ ചെറിയ ഡ്രോപ്ലെറ്റ്സ് ആയിട്ട് പുറത്തേക്ക് വരുന്നു. ആ ഡ്രോപ്ലെറ്റ്സിൽ ഈ പറയുന്ന ഇൻഫെഷ്യസ് മൈക്രോ ഓർഗാനിസം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അത് എയറോസൽ പാർട്ടിക്കിൾ ആയിട്ട് വന്നിട്ട് എവിടെയെങ്കിലും തങ്ങി നിൽക്കുകയോ അല്ലെങ്കിൽ ആരെങ്കിലും അത് ഇൻഹൈൽ ചെയ്യുകയാണെങ്കിൽ ഈ പറയുന്ന ആ സെക്കൻഡ് പേഴ്സണും ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. ഇനി അടുത്ത വെക്ടേഴ്സ്. എന്താണ് വെക്ടേഴ്സ്? ഒരു ഹോസ്റ്റിൽ നിന്ന് വേറൊരു ഹോസ്റ്റിലേക്ക് ഡിസീസിന്റെ ട്രാൻസ്മിഷന് വേണ്ടി സഹായിക്കുന്ന ഏതൊരു ഓർഗാനിസത്തിനെ നമുക്ക് എന്താ പറയാം? വെക്ടർ എന്ന് പറയാം. മെയിൻലി ഫ്ലൈസ് ആണ് വെക്ടേഴ്സിൽ വരുന്നത്. മൊസ്കിറ്റോ ആണ് മെയിൻലി വരുന്നത്. പലതരത്തിലുള്ള പല സ്പീഷീസിൽ പെട്ട മൊസ്കിറ്റോസ് വെക്ടേഴ്സ് ആയിട്ട് ഡിഫറെന്റ് ഡിസീസസിന് നിൽക്കുന്നുണ്ട്. പിന്നെ ക്ലോസ്, അതുപോലെ തന്നെ നോൺ ലിവിങ് ഒബ്ജക്ട്സ് ആയ ഇപ്പോൾ ഇൻഫെക്റ്റഡ് പേഴ്സൺ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ടർക്കീസ് ആവാം, ക്ലോത്ത് ആവാം, എന്തെങ്കിലും പെന്നോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഡയറക്റ്റ് കോണ്ടാക്ട് വരികയാണെങ്കിൽ ആ വഴി നമുക്ക് ഇൻഫെക്ഷൻ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ഇത് മൈക്രോബിയൽ ഡിസീസസിന്റെ ഒരു ചാർട്ടാണ് തന്നിരിക്കുന്നത്. ബാക്ടീരിയൽ ഡിസീസസ് ആണ് കോളറ, ടൈഫോയിഡ്, ന്യൂമോണിയ, പെർട്ടൂസിസ്, ബോട്ടുലിസം, ആന്ത്രാക്സ്, ഡിഫ്തീരിയ, ടെറ്റനസ്, പ്ലേഗ്. വൈറൽ ഡിസീസസ് ആണ് കോൾഡ്, എയ്ഡ്സ്, മംസ്, റുബല്ല, ചിക്കൻ പോക്സ്, ഡെങ്കു, കൊറോണ, ചിക്കൻ ഗുനിയ, സ്വൈൻ ഫ്ലൂ. ഫംഗൽ ഡിസീസസ് ആണ് റിംഗ് വോം, കാൻഡിഡിയാസിസ്, അസ്പെർജിലോസിസ്, മലേറിയ എന്ന് പറയുന്നത് ഒരു പ്രോട്ടോസോവൽ ഡിസീസ് ആണ്. ഓക്കെ, ഇതൊന്ന് ഓർത്തു വെക്കുക. കാരണം നമുക്ക് ക്വസ്റ്റ്യൻ വരുമ്പോഴേക്കും ഒന്നല്ലേ ഷഫിൾ ചെയ്ത് ഒരു 3 സെറ്റ്സ് ഓഫ് ഡിസീസ് തന്നിട്ട് ഇത് ഏത് ഗ്രൂപ്പാണ് ഫംഗൽ ഡിസീസ്, വൈറൽ ഡിസീസ് എന്ന് പറഞ്ഞ് ചോദിക്കാം. അല്ലെങ്കിൽ ഒരു ഡിസീസ് തന്നിട്ട് ഇത് ഏതാണ് ഓർഗാനിസം എന്ന് ചോദിക്കാം. അപ്പൊ പല രീതിയിൽ ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. അതുകൊണ്ട് കൺഫ്യൂസ്ഡ് ആവാതെ ഇത് ചാർട്ട് ഒന്ന് ഓർത്തു വെക്കുക. നമുക്ക് SCRT ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്ന കുറച്ച് ഡിസീസസ് ആണ് നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ആദ്യം വന്നത് റാറ്റ് ഫീവർ അല്ലെങ്കിൽ ലെപ്റ്റോസ്പൈറോസിസ് ആണ്. ഇവിടുത്തെ പോസിറ്റീവ് ഓർഗാനിസം എന്ന് പറയുന്നത് ലെപ്റ്റോസ്പൈറയാണ്. ഓക്കെ, അതൊരു ബാക്ടീരിയൽ ഡിസീസ് ആണ്. മെയിൻലി റാറ്റ് വഴിയിട്ടാണ് അത് സ്പ്രെഡ് ചെയ്യുന്നത്. ഇവിടെ എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്ടീരിയ കംസ് ഔട്ട് ത്രൂ ദ യൂറിൻ
of rat, dog, and other animals, mainly വന്നത് rat ആണ്. They remain alive in stagnant water and moisture. ഓക്കെ, ഇപ്പൊ നമ്മൾ ബേർ ഫൂട്ടഡ് ആയിട്ട് നമ്മുടെ ബോഡിയിൽ എന്തെങ്കിലും കട്ടോ വൂൺസോ ഉണ്ടെങ്കിൽ ബേർ ഫൂട്ടഡ് ആയിട്ട് ഈ പറയുന്ന വെള്ളത്തിലോ അല്ലെങ്കിൽ മണ്ണിലൊക്കെ ചവിട്ടുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഈ ഇൻഫെക്ഷസ് ആയിട്ടുള്ള ലെപ്റ്റോസ്പൈറ എന്ന് പറയുന്ന ബാക്ടീരിയ നമ്മളുടെ ബോഡിയിലേക്ക് എൻറ്റർ ചെയ്യുന്നു. അവർ മെയിൻലി അഫക്റ്റ് ചെയ്യുന്നത് നമ്മളുടെ ബ്ലഡ് കാപ്പിലറീസിനെയാണ്. അങ്ങനെ ഇന്റേണൽ ബ്ലീഡിംഗ് ആണ് ഉണ്ടാക്കുന്നത്. സിംറ്റംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സിവിയർ ഫീവർ, കഠിനമായ പനി ഉണ്ടാവും, തലവേദന, മസിൽസിൽ പെയിൻ ഉണ്ടാവും, അതുപോലെ കണ്ണൊക്കെ ഇങ്ങനെ ചുമന്നു വരും. ഇതാണ് എലിപ്പനി അല്ലെങ്കിൽ ലെപ്റ്റോസ്പൈറോസിസ് എന്ന് പറയുന്നത്. ലെപ്റ്റോസ്പൈറ ആണ് പോസിറ്റീവ് ഓർഗാനിസം. ഇവിടുത്തെ വെക്ടർ അല്ലെങ്കിൽ ഏജന്റ് ആയിട്ട് വന്നത് റാറ്റ് ആണ്. അടുത്തത് ഡിഫ്തീരിയ. ഡിഫ്തീരിയ എന്ന് പറയുന്നത് ബാക്ടീരിയൽ ഡിസീസ് ആണ്. ആൻഡ് ഏജന്റ് എന്ന് പറയുന്നത് കോർണി ബാക്ടീരിയം ഡിഫ്തീരിയ ആണ് ഡിഫ്തീരിയ കോസ് ചെയ്യുന്നത്. മെയിൻലി അഫക്റ്റ് ചെയ്യുന്നത് നമ്മളുടെ നോസിലത്തെയും ത്രോട്ടിലത്തെയും മ്യൂക്കസ് മെംബ്രെയിനെയാണ് മെയിൻലി അത് അഫക്റ്റ് ചെയ്യുന്നത്. ഇവിടെ എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്ടീരിയൽ ടോക്സിൻ കാരണം ഈ മ്യൂക്കസ് മെംബ്രെയിൻ ഡിസ്ട്രോയ് ചെയ്യും. ഈ ഒരു ഇമേജിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഈ ആഷ് കളറിൽ കാണിച്ചിരിക്കുന്നത് ഈ ത്രോട്ട് റീജിയനിൽ ത്രോട്ടിലത്തെ മ്യൂക്കസ് മെംബ്രെയിൻ അഫക്റ്റ് ചെയ്തേക്കുന്നതാണ്. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇവിടുത്തെ സിംറ്റംസ് നോക്കിക്കഴിഞ്ഞാൽ പനി ഉണ്ടാവും, അതുപോലെ തന്നെ തൊണ്ടവേദന, ലിംഫ് ഗ്ലാൻസിന്റെ ഇൻഫ്ലമേഷൻ മെയിൻ ആയിട്ട് വന്നത്. ഇനി സിവിയർ കണ്ടീഷനിലേക്കാണെങ്കിൽ ഇൻഫെക്ഷൻ കൂടിയിട്ട് ബ്രെയിൻ, ഹാർട്ട് ആൻഡ് കിഡ്നിനെയൊക്കെ അഫക്റ്റ് ചെയ്യാനുള്ള ചാൻസും ഉണ്ട്. ഡിഫ്തീരിയ, കോർണി ബാക്ടീരിയം ഡിഫ്തീരിയ. അടുത്തത് ട്യൂബർക്ലോസിസ് ആണ്. ട്യൂബർക്ലോസിസ് എന്ന് പറയുന്നത് ട്യൂബർക്കുലോസിസ് എന്ന് പറയുന്നത് ലങ്സിനെ അഫക്ട് ചെയ്യുന്ന ഒരു ഡിസീസ് ആണ്, മൈക്കോബാക്ടീരിയം ട്യൂബർക്കുലേ. ഇനി എന്റെ സിംറ്റംസ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരീരഭാരം കുറയുന്നു, ഫറ്റീഗ്, അതുപോലെ തന്നെ പെർസിസ്റ്റന്റ് കഫ്, തുടർച്ചയായിട്ടുള്ള ചുമയാണ് മെയിൻ സിംറ്റം എന്ന് പറയുന്നത്. ഇത് ട്രാൻസ്മിഷൻ നടക്കുന്നത് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള പേഷ്യന്റ് ഉറക്കെ സംസാരിക്കുമ്പോഴാണല്ലോ നമ്മളുടെ വായിൽ നിന്നൊക്കെ തുപ്പലൊക്കെ തെറിക്കുന്നത്. അതുപോലെ ചുമയ്ക്കുമ്പോൾ, സ്നീസ് ചെയ്യുമ്പോഴൊക്കെ എന്താണ് ഇത് എറോസോൾ ഡ്രോപ്ലെറ്റ്സ് ആയിട്ട് പുറത്തേക്ക് വരുന്നു. ഇത് ഇൻഹെയിൽ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഈ ഡ്രോപ്ലെറ്റ്സ് ആയിട്ട് കോണ്ടാക്ട് വരുമ്പോഴാണ് ഇൻഫെക്ഷൻ അവിടെ നടക്കുന്നത്. ഇനി ഇത് മെയിൻലി ലങ്സിനെയാണ് ബാധിക്കുന്നതെങ്കിലും പതിയെ ഇൻഫെക്ഷൻ സിവിയർ ആണെങ്കിൽ കിഡ്നി, ജോയിന്റ്സിനെയും ബ്രെയിനിനെയൊക്കെ അഫക്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഇനി TBക്ക് എതിരെയുള്ള വാക്സിൻ ആണ് BCG വാക്സിൻ എന്ന് പറയുന്നത്, ബാസിലസ് കാൽമെറ്റ് ഗോറി. ട്യൂബർക്കുലോസിസ് ഡേ എന്ന് പറയുന്നത് March 24 ആണ്. 2024 ട്യൂബർക്കുലോസിസ് ഡേ തീമാണ് യെസ് വി ക്യാൻ എൻഡ് TB. സോ ട്യൂബർക്കുലോസിസ് എന്ന് പറയുന്നത് ബാക്ടീരിയൽ ഡിസീസ് ആണ്, ലങ്സിനെയാണ് അഫക്ട് ചെയ്യുന്നത്, മൈക്രോബാക്ടീരിയം ട്യൂബർക്കുലൈ. BCG വാക്സിന്റെ കാര്യം കൂടി ഒന്ന് ഓർക്കാം. ഇനി അടുത്തത് നിപ്പയാണ്. നിപ്പ ഒരിടക്ക് ഭയങ്കരമായിട്ട് ഭീതി സൃഷ്ടിച്ചതാണ്, പിന്നെ ഇടക്ക് കേട്ടായിരുന്നു. അതൊരു വൈറൽ ഡിസീസ് ആണ്, സൂനോട്ടിക് ഡിസീസ് ആണ്. ദാറ്റ് മീൻസ് അനിമൽസിൽ നിന്നാണ് ഹ്യൂമൻസിലേക്ക് സ്പ്രെഡ് ആവുന്ന ഒരു ഡിസീസിനെയാണ് നമ്മൾ സൂനോട്ടിക് ഡിസീസ് എന്ന് വിളിക്കുന്നത്. നിപ്പ എന്ന് പറയുന്നത് ഫ്രൂട്ട് ബാറ്റ്സ് അല്ലെങ്കിൽ ഫ്ലൈയിങ് ഫോക്സ് എന്ന് പറയുന്ന ഒരു അനിമൽ ആണ് അതിന്റെ മെയിൻ റിസർവോയർ ആയിട്ട് ആക്ട് ചെയ്യുന്നത്. അത് മെയിൻലി പിഗ്സിനെയും ഹ്യൂമൻസിനെയാണ് അഫക്ട് ചെയ്യുന്നത്. ട്രാൻസ്മിഷൻ നടക്കുന്നത് ഡയറക്റ്റ് കോണ്ടാക്ട് വഴിയിട്ടാണ്. ഒന്നില്ലെങ്കിൽ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള അനിമലായിട്ടുള്ള ഡയറക്റ്റ് കോണ്ടാക്ട് വഴി, അല്ലെങ്കിൽ ആ അനിമൽ കോണ്ടാക്ട് വന്ന ഫുഡ് പ്രൊഡക്ട്സ് യൂസ് ചെയ്യുന്നത് വഴി. ഇപ്പൊ പിഗ് ആണെങ്കിൽ പിഗിന്റെ മീറ്റ്, ഇപ്പോൾ ഈ പറയുന്ന ബാറ്റിന്റെ കേസിലാണെങ്കിൽ ബാറ്റ് കടിച്ച ഫ്രൂട്ട്സോ അല്ലെങ്കിൽ അതുപോലെ തന്നെ അതിന്റെ ബോഡി ഫ്ലൂയിഡ്സോ ആയിട്ട് കോണ്ടാക്ട് വരുമ്പോഴാണ് ഇൻഫെക്ഷൻ അവിടെ നടക്കുന്നത്. ക്ലോസ് കോണ്ടാക്ട് വഴിയിട്ട് പേഴ്സൺ ടു പേഴ്സണിലേക്കും ഈ ഒരു ഇൻഫെക്ഷൻ നടക്കാനുള്ള ചാൻസ് ഉണ്ട്. സിംറ്റംസ് എന്ന് പറയുന്നത് പനി, തലവേദന, അതുപോലെ തന്നെ ചുമ, ബ്രീതിങ് ഡിഫിക്കൽറ്റി ഉണ്ടാവും, വോമിറ്റിംഗ് ഉണ്ടാവും. ഇനി കൂടുതൽ സിവിയർ ആയിക്കഴിഞ്ഞാൽ എൻസെഫലൈറ്റിസ് ബ്രെയിനിലേക്കും കൂടി അഫക്റ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ കോമയിലേക്കും കൂടി പോകാനുള്ള ഒരു ചാൻസ് ഉണ്ട്.
ഇത് ഡയഗ്നൈസ് ചെയ്യേണ്ട RT-PCR ആണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ത്രോട്ടിൽ നിന്നും നേസൽ സ്വാബ്സ് ആണ് എടുക്കുന്നത്. അതുപോലെ തന്നെ യൂറിൻ, CSF സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡും ബ്ലഡ് സാമ്പിൾസും നമ്മൾ ചെക്ക് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ എലീസയും ചെയ്യാറുണ്ട്. സോ നിപ്പ എന്ന് പറയുന്ന വൈറൽ സൂനോട്ടിക് ഡിസീസ് ആണ്. അടുത്തത് എയ്ഡ്സ് ആണ്. എയ്ഡ്സ് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഡിസീസ് ആണ്. എയ്ഡ്സ് എന്ന് പറയുന്നത് എന്താണ്? അക്വേർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം ആണ്. HIV എന്ന് പറയുന്ന ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് ആണ് ഇവിടുത്തെ ഏജന്റ് എന്ന് പറയുന്നത്. ഇതൊരു ലൈഫ് ത്രെട്ടണിങ് ഡിസീസ് അല്ലെങ്കിൽ ഒരു സീരിയസ് ഡിസീസ് ആയിട്ടാണ് കാണുന്നത്. എന്തുകൊണ്ടാണ്? HIV എന്ന് പറയുന്ന ഈ ഒരു വൈറസ് അഫക്റ്റ് ചെയ്യുന്നത് നമ്മളുടെ ബോഡിയുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെയാണ്. ഇമ്മ്യൂൺ സിസ്റ്റം എന്ന് പറയുമ്പോൾ മെയിൻലി CD4 T ലിംഫോസൈറ്റ്സിനാണ് ഇവർ അഫക്റ്റ് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോഴേക്കും നമ്മളുടെ ബോഡിയുടെ ഇമ്മ്യൂണിറ്റി അവിടെ തീരെ ഇല്ലാതാവുകയാണ് ചെയ്യുന്നത്. ഒരാള് ഇമ്മ്യൂണിറ്റി ഇല്ലെങ്കിൽ എന്താണ്? തുടരെ ഇൻഫെക്ഷൻസ് വരും. അങ്ങനെ ഒരു കുറെ ഇൻഫെക്ഷൻസ് കൂടി വരുമ്പോഴാണ് നമുക്കൊരു ലൈഫ് ത്രെട്ടനിങ് കണ്ടീഷനായിട്ട് ഇത് മാറുന്നത്. ഇനി HIV വൈറസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതൊരു റിട്രോ വൈറസ് ആണ്. എന്താണ് റിട്രോ വൈറസ് എന്ന് പറയുന്നത്? അതൊരു RNA വൈറസ് ആണ്. അവർക്കൊരു സ്പെഷ്യൽ എൻസൈമായ റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ് എന്ന് പറയുന്ന ഒരു എൻസൈം ഉണ്ട്. ഈ എൻസൈമിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ RNA ഉപയോഗിച്ച് നമുക്ക് അതിന്റെ DNA കോപ്പി ഉണ്ടാക്കാൻ സാധിക്കും. ഇപ്പോൾ ഒരു വ്യക്തിയിലേക്ക് HIV വൈറസ് ഇൻഫെക്റ്റ് ആവുകയാണെങ്കിൽ അപ്പോൾ അത് ആക്റ്റീവായിട്ട് ഈ റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ് എന്ന് പറയുന്ന എൻസൈമിന്റെ സഹായത്തോടെ അതിന്റെ RNA വൈറസിന്റെ DNA കോപ്പി ഉണ്ടാക്കും. എന്നിട്ട് ഈ DNA ആണ് അവർ ഹോസ്റ്റിന്റെ ജീനോമിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്നത്. ഓക്കെ, അതാണ് റിട്രോ വൈറസുകളുടെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇനി ഇത് സ്പ്രെഡ് ചെയ്യുന്നത് എങ്ങനെയാണ്? സെക്ഷൽ കോണ്ടാക്ട് വിത്ത് HIV പേഷ്യന്റ്, അതുപോലെ ഇൻഫെക്റ്റഡ് മദറിൽ നിന്ന് ചൈൽഡിലേക്ക് സ്പ്രെഡ് ചെയ്യാം. പിന്നെ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള നീഡിൽസ്, സിറിഞ്ചസ് ഒക്കെ യൂസ് ചെയ്യുന്ന വഴിയിട്ട്, ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ വഴിയിട്ട്, ഓർഗൻ ഡൊണേഷൻ വഴിയിട്ട്, HIV പേഴ്സണിൽ നിന്നുള്ള ഓർഗൻ ഡൊണേഷൻ വഴിയിട്ട് നമുക്ക് എയ്ഡ്സ് സ്പ്രെഡ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അല്ലാതെ ഫിസിക്കൽ കോണ്ടാക്ട്, അതായത് ഷേക്ക് ഹാൻഡ് വഴിയിട്ടോ സംസാരിക്കുന്ന വഴിയിട്ടോ ഒന്നും HIV അല്ലെങ്കിൽ എയ്ഡ്സ് സ്പ്രെഡ് ആവുന്നില്ല. വേൾഡ് എയ്ഡ്സ് ഡേ എന്ന് പറയുന്നത് December 1 ആണ്. ഓക്കെ, ഇവിടെ ഓർത്തിരിക്കേണ്ടത് HIV വൈറസ് എന്ന് പറയുന്നത് ഒരു റിട്രോ വൈറസ് ആണ്. റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ് എന്ന് പറയുന്ന എൻസൈമിനെ ഓർത്തിരിക്കുക. RNAയിൽ നിന്ന് DNA ആണ് അവരുണ്ടാക്കുന്നത്. അതുപോലെ അറ്റാക്ക് ചെയ്യുന്ന നമ്മളുടെ ബോഡിയിലത്തെ ഇമ്മ്യൂൺ സെൽസ് ആണ് CD4 T ലിംഫോസൈറ്റ്സിനെയാണ് അവർ അറ്റാക്ക് ചെയ്യുന്നത്. അടുത്തത് ഹെപ്പറ്റൈറ്റിസ് ആണ്. ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം ലിവറിനെയാണ് അത് അഫക്റ്റ് ചെയ്യുന്നത്. പക്ഷെ ഈ ലിവറിൽ വരുന്ന ആ ഒരു കരൾ വീക്കം എന്ന് പറയുന്നത് ആൽക്കഹോൾ കൺസപ്ഷൻ വഴിയിട്ടുണ്ടാവാം, ചില ഡ്രഗ്സിന്റെ സൈഡ് എഫക്ട്സ് വഴിയിട്ടുണ്ടാവാം, ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ, നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മളുടെ ബോഡി സെൽസ് ലിവർ സെൽസിനെ അറ്റാക്ക് ചെയ്യണ വഴിയിട്ട് നമുക്ക് ഹെപ്പറ്റൈറ്റിസ് ഉണ്ടാവാം. ചില വൈറസ് അറ്റാക്ക് വഴിയിട്ടും നമുക്ക് ഹെപ്പറ്റൈറ്റിസ് ഉണ്ടാവാം. മെയിൻലി ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ഫുഡ്, ബ്ലഡ്, വാട്ടർ ആൻഡ് എക്സ്ക്രീറ്റ വഴിയിട്ടാണ് അത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. 5 വേരിയൻസ് ആണ് ഹെപ്പറ്റൈറ്റിസ് വൈറസിന് പറയുന്നത്: A, B, C, D ആൻഡ് E. ഇവിടെ എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ നോർമൽ ബൈലിന്റെ നോർമൽ ഫ്ലോയിനെയാണ് ഇതിവിടെ ഇൻഹിബിറ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മളുടെ ബൈൽ പിഗ്മെന്റ് ആയ ബിലിറൂബിന്റെ എമൗണ്ട് ബ്ലഡിൽ കൂടുന്നു. അങ്ങനെ വരുമ്പോഴാണ് ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്ന കണ്ടീഷനിലേക്ക് എത്തുന്നത്. ഡാർക്ക് യെല്ലോ കളർ ഓഫ് ദി മ്യൂക്കസ് മെംബ്രെയിൻ ആയിരിക്കും. അതുപോലെ തന്നെ നമ്മളുടെ നെയിൽസിനും ഐസിനൊക്കെ ഒരു വൈറ്റ് പോർഷൻസും ഉണ്ടാവും. വേൾഡ് ഹെപ്പറ്റൈറ്റിസ് ഡേ എന്ന് പറയുന്നത് July 28 ആണ്. 2024 തീമാണ് ഇറ്റ്സ് ടൈം ഫോർ ആക്ഷൻ. നമ്മളുടെ ഹെപ്പറ്റൈറ്റിസ് സ്ലോഗൻ ആണ് ലവ് യുവർ ലിവർ ആൻഡ് ലീവ് ലോങ്. ഓക്കെ, ഹെപ്പറ്റൈറ്റിസ്. അടുത്തത് ഡെങ്കു ആണ്. ഡെങ്കു എന്ന് പറയുന്നത് വെക്ടർ ബോൺ ഡിസീസ് ആണ്. ഇവിടുത്തെ വെക്ടറായിട്ട് ആക്ട് ചെയ്യുന്നത് ഫീമെയിൽ ഏഡിസ് മൊസ്കിറ്റോ ആണ് ഡെങ്കു ഫീവറിന്റെ വെക്ടറായിട്ട് ആക്ട് ചെയ്യുന്നത്. ഇതൊരു വൈറൽ ഡിസീസ് ആണ്. മെയിൻ ആയിട്ടുള്ള സിംറ്റംസ് എന്ന് പറയുന്നത് നല്ല തലവേദന ഉണ്ടാവും, അതുപോലെ വൊമിറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി, മസിൽ ആൻഡ് ജോയിന്റ് പെയിൻ ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഫീമെയിൽ ഏഡിസ് മൊസ്കിറ്റോ ആണ് ഡെങ്കുവിന്റെ വെക്ടറായിട്ട് ആക്ട് ചെയ്യുന്നത്. അടുത്ത ചിക്കൻ ഗുനിയാണ്. ചിക്കൻ ഗുനിയ എന്ന് പറയുന്നതും ഒരു വൈറൽ ഡിസീസ് ആണ്. ഇവിടെയും വെക്ടർ ആയിട്ട് വരുന്നത് ഏഡിസ് മൊസ്കിറ്റോ തന്നെയാണ്.
ഇവിടുത്തെ സിംറ്റംസ് ചിക്കൻ ഗുനിയയുടെ സിംറ്റംസ് ആണ്. ജോയിന്റ് ആൻഡ് മസിൽ പെയിൻ ഉണ്ടാവും, തലവേദന ഉണ്ടാവും, നൗസിയ, ഫാറ്റിക്, റാഷസ് ഒക്കെ ഉണ്ടാവും. ഓക്കെ. അടുത്ത റിംഗ് വോം ആണ്. പുഴുക്കടി, ചൊറിച്ചിൽ എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ റിംഗ് വോം എന്ന് പറയുന്ന ഒരു ഫംഗൽ ഇൻഫെക്ഷൻ ആണ്. ടീനിയ ഇൻഫെക്ഷൻ ആണ് റിംഗ് വോം എന്ന് പറയുന്നത്. മെയിൻലി നമ്മളുടെ സ്കിൻ, ഹെയർ ആൻഡ് നെയിൽസിനാണ് എഫക്ട് ചെയ്യുന്നത്. ഇനി അഫക്റ്റഡ് ഏരിയ നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലെ സർക്കിൾ ആയിട്ടുള്ള ഒരു പാച്ചസ് ആയിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. റെഡ്നെസ് ഉണ്ടാവും, ഇറിറ്റേഷൻ ഉണ്ടാവും, ചൊറിയാനുള്ള ഒരു ടെൻഡൻസി ഒക്കെ ആയിട്ട് വരും. ഓക്കെ. ഇനി ഇൻഫെക്ഷൻ നടക്കുന്നത് എന്താണ്? ഡയറക്റ്റ് കോണ്ടാക്ട് വഴിയിട്ടാണ്. ഒന്നില്ലെങ്കിൽ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള വ്യക്തിയായിട്ടോ അല്ലെങ്കിൽ ആ വ്യക്തി ഉപയോഗിച്ച സാധനങ്ങളോ ആയിട്ടുള്ള ഡയറക്റ്റ് കോണ്ടാക്ട് വഴിയിട്ടാണ് റിംഗ് വർം അതുപോലത്തെ ഫംഗൽ ഇൻഫെക്ഷൻസ് ഉണ്ടാവുന്നത്. ഓക്കെ. അടുത്ത അത്ലറ്റ്സ് ഫൂട്ട് ആണ്. ഇതും ഒരു ഫംഗൽ ഇൻഫെക്ഷൻ ആണ്. ഇത് മെയിൻലി അഫക്ട് ചെയ്യുന്നത് നമ്മളുടെ ടോയ്സിനാണ്. ഓക്കെ. കാലിന്റെ അടിഭാഗത്താണ് മെയിൻലി ഇൻഫെക്ഷൻ വരുന്നത്. ഈ പറയുന്ന പോലെ ഇൻഫെക്ഷസ് ഏജന്റ് ആയ ഫംഗസ് ഉള്ള ആ നനഞ്ഞ മണ്ണിലൂടെ വെള്ളത്തിലൂടെയൊക്കെ നമ്മൾ നടക്കുമ്പോഴേക്കും കാലിലുള്ള വൂൺസിലേക്കാണ് ഇത് അറ്റാക്ക് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ വരുമ്പോഴേക്കും സ്കിൻ തന്നെ കണ്ടില്ലേ, പേൽ യെല്ലോ ആയിട്ട് മാറി പൊളിഞ്ഞ് എന്താ പറയാ, ഒരുമാതിരി പാമ്പിന്റെ ഒക്കെ പടമൊക്കെ പൊഴിച്ച പോലെ ഒരവസ്ഥയിലേക്ക് വരും. ക്രാക്സ് ഉണ്ടാവും, ഭയങ്കര ചൊറിച്ചിലുണ്ടാവും, ബേണിംഗ് സെൻസേഷൻ ഒക്കെ ഉണ്ടാവും. ഈ ഒരു അസുഖത്തിനെ ടീവിയ പെഡിസ് എന്നും കൂടി വിളിക്കുന്നു. പാത്തജൻ എങ്ങനെയാണ് കയറുന്നത്? ടോയ്സ് വെൻ ദേ കം ഇൻ കോൺടാക്ട് വിത്ത് ദ കണ്ടാമിനേറ്റഡ് വാട്ടർ ആൻഡ് സോയിൽ. സിംറ്റംസ് എന്ന് പറയുന്നത് ഇച്ചിങ്, ബേണിംഗ്, ക്രാക്ഡ്, സ്കെയിലി ഓർ പീലിംഗ് സ്കിൻ ആയിരിക്കും. അതുപോലെ ടോയ്സ് ഒക്കെ എന്താണ്, തിക്ക് വൈറ്റിഷ് യെല്ലോ ആയിട്ട് മാറും. നഖമൊക്കെ ഭയങ്കരമായിട്ട് എന്താ പറയാ, നഖത്തിലേക്കും ചിലപ്പോൾ ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. ഇനി പ്രിവെൻഷൻ എങ്ങനെയാണ്? എപ്പോഴും കാല് ക്ലീൻ ആൻഡ് ഡ്രൈ ആയിട്ട് സൂക്ഷിക്കുക. അതുപോലെ തന്നെ ക്ലീൻ സോക്സ് യൂസ് ചെയ്യുക. ബേർ ഫുട്ടായിട്ട് പബ്ലിക് പ്ലേസസിലൊന്നും നടക്കാതിരിക്കുക. ഓക്കെ. അത്ലറ്റ്സ് ഫുഡ്. അടുത്ത ഡാൻഡ്രഫ് ആണ്. എല്ലാവർക്കും അറിയാവുന്ന ഒരു കണ്ടീഷൻ ആണ്. ഇതും ഒരു ഫംഗൽ ഇൻഫെക്ഷൻ തന്നെയാണ് മെയിൻലി വരുന്നത്. ഇവിടെ എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാം നമ്മളുടെ എല്ലാ സെൽസും ഒരു പർട്ടിക്കുലർ ടൈം ഇന്റർവെല്ലിൽ കണ്ടിന്യൂസ്ലി നമ്മൾ എന്താ പറയാ പുതിയ സ്കിൻ വന്ന് കവർ ചെയ്യാറുണ്ട്. ഓക്കെ. ചില കണ്ടീഷനിൽ എന്താണ് സംഭവിക്കുക? At times, the cells divide faster than falling off and become scales. This condition is called dandruff. ചില സമയത്ത് നമുക്ക് അത് റിക്കവർ ചെയ്ത് വരാൻ ബുദ്ധിമുട്ടായിരിക്കും. അതായത് പുതിയ സെൽസ് വരുമ്പോഴേക്കും പഴയതിനെ കറക്റ്റായിട്ട് നമ്മൾ മാറ്റി കൊടുത്തില്ലെങ്കിൽ ഇതിങ്ങനെ കട്ട പിടിച്ച് അവിടെ കിടക്കും. അതിന്റെ കൂടെ എന്തെങ്കിലും ഒരു ഫംഗൽ ഇൻഫെക്ഷൻ കൂടി വരുമ്പോഴാണ് ഈ പറയുന്ന ചൊറിച്ചിലും അത് വേറെ ഇൻഫെക്ഷനിലേക്കും പോകുന്നത്. ഇനി ഡാൻഡ്രഫ് മെയിൻലി നമ്മുടെ ഹെയറിൽ, സ്കാൽപ്പിലാണ് വരുന്നതെങ്കിലും സിവിയർ ആയിട്ട് വരുമ്പോഴേക്കും അത് നമ്മളുടെ തലേന്ന് അല്ലെങ്കിൽ മുടിയിന്ന് ഐബ്രോസിലേക്കും പറയുന്ന താടിയിലേക്കും മീശയിലേക്കും ഷോൾഡറിലേക്കൊക്കെ വരാനുള്ള ഒരു കണ്ടീഷനും ഉണ്ട്. അടുത്ത മലേറിയ ആണ്. മലേറിയ എന്ന് പറയുന്നതും ഈ പറയുന്ന ഒരു ലൈഫ് ത്രട്ടനിങ് ഡിസീസ് ആണ്. ഒരു സീരിയസ് ഡിസോർഡർ ആണ് മലേറിയ എന്ന് പറയുന്നത്. അത് വെക്ടർ ബോൺ പ്രോട്ടോസോവൽ ഡിസീസ് ആണ്. ഓക്കെ. ഇവിടുത്തെ പ്രോട്ടോസോവ പ്ലാസ്മോഡിയം എന്ന് പറയുന്ന ഒരു പ്രോട്ടോസോവൽ ഡിസീസ് ആണ് മലേറിയ എന്ന് പറയുന്നത്. നമ്മളുടെ ഇവിടുത്തെ വെക്ടർ എന്ന് പറയുന്നത് അനോഫിലസ് മൊസ്കിറ്റോ ആണ്. ഇത് ലൈഫ് ത്രട്ടനിങ് ആവാനുള്ള ചാൻസ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഇത് നമ്മളുടെ ലിവറിനെയാണ് ഇൻഫെക്ട് ചെയ്യുന്നത്. ലിവർ സെൽസിന്ന് ഇതിന്റെ അടുത്ത സ്റ്റേജ് ഓഫ് ഗ്രോത്ത് എന്ന് പറയുന്നത് RBCനെയാണ് അഫക്ട് ചെയ്യുന്നത്. അപ്പൊ RBCയും കൂടെ അഫക്ട് ചെയ്യുമ്പോഴേക്കും നമ്മുടെ ഓക്സിജൻ സപ്ലൈ അതുപോലെ തന്നെ ബ്ലഡിന്റെ കൗണ്ട് കുറയുക, എല്ലാത്തിനെയും ബാധിക്കും. നമ്മുടെ എൻറ്റയർ ബോഡീനെ അവിടെ അഫക്ട് ചെയ്യാൻ അത് തുടങ്ങും. അതുകൊണ്ടാണ് ലൈഫ് ത്രെട്ടനിങ് വെക്ടർ ബോൺ ഡിസീസ് എന്ന് നമ്മളോട് പറയുന്നത്. സിംറ്റംസ് നോക്കുമ്പോൾ ഹൈ ഫീവർ ഉണ്ടാവും, അതിൻ്റെ കൂടെ വിറവൽ ഉണ്ടാവും, സ്വെറ്റിംഗ് ഉണ്ടാവും, നന്നായിട്ട് വേർപ്പും, ഹെഡ് ഏക്സ്, വൊമിറ്റിംഗ്, ഡയേറിയ, അനീമിക് ആവും. അതാണ് RBCനെ അഫക്ട് ചെയ്യുന്നതുകൊണ്ടാണ് അനീമിക് കണ്ടീഷൻ അവിടെ വരുന്നത്. അപ്പം മലേറിയ പ്ലാസ്മോഡിയം ആണ്. അതിന്റെ ഏജന്റ് എന്ന് പറയുന്നത് വെക്ടർ അനോഫിലസ് മൊസ്കിറ്റോ ആണ് വരുന്നത്. അടുത്ത ഫൈലേറിയാസിസ് അല്ലെങ്കിൽ മന്ത് എന്ന് പറയുന്ന ഒരു കണ്ടീഷനാണ്. ഇവിടുത്തെ നെമറ്റോഡാണ് വരുന്നത്. എലിഫന്റിയാസിസ് എന്നും കൂടി വരും ഇതിന്. ഇവിടുത്തെ വെക്ടറായിട്ട് ആക്ട് ചെയ്യുന്നത് ക്യൂലസ് മൊസ്കിറ്റോ ആണ്.
നമ്മളുടെ ഏജൻസ് മെയിൻലി രണ്ടുപേരാണ് വന്നത്. അതിൽ ബുച്ചറേറിയ ബാങ്ക്രോഫ്റ്റി വഴിയിട്ടുള്ള ഇൻഫെക്ഷൻ ആണ് ഏറ്റവും കൂടുതൽ വന്നത്. രണ്ടാമത്തെ ആള് ബ്രൂക്കിയ മലായി. നമ്മളുടെ ഇവിടങ്ങളിൽ കൂടുതലും കണ്ടുവരുന്നത് ബുച്ചറേറിയ ബാങ്ക്രോഫ്റ്റി ആണ്. ഇവിടെ എന്താ സംഭവിക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വേംസ് അല്ലെങ്കിൽ നെമറ്റോഡ്സ് നമ്മുടെ ലിംഫ് ഡക്റ്റിലാണ് ഇരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ലിംഫിന്റെ നോർമൽ ഫ്ലോയിനെയാണ് അവർ ബ്ലോക്ക് ചെയ്യുന്നത്. ഇത് കാരണം ലിംഫ് ഡക്ട്സ് സ്വെൽ ചെയ്യാൻ വരും. ഓക്കെ, അവിടെയാണ് നീര് വന്ന് ഇങ്ങനെ വീർക്കുന്നത്. ഇപ്പൊ ഫൈലേറിയാസിസ് എന്ന് പറയുന്നത് ഒരു പാരസൈറ്റിക് നെമറ്റോഡായ വിച്ചുറേറിയ ബാങ്ക്രോഫ്റ്റി അല്ലെങ്കിൽ ബ്രൂക്കിയ മലയി ആണ് കോസ് ചെയ്യുന്നത്. അതിന്റെ വെക്ടർ എന്ന് പറയുന്നത് ക്യൂലസ് മൊസ്കിറ്റോസ് ആണ്. ഇനി ഇതുപോലത്തെ പാത്തോജനിക് ഡിസീസ് ഒക്കെ നമുക്ക് എങ്ങനെ പ്രിവെന്റ് ചെയ്യാന്നുള്ളതാണ്. നമ്മൾ ഒരുവിധമുള്ള ഡിസീസിനൊക്കെ നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള വാക്സിൻസ് ഇന്ന് അവൈലബിൾ ആണ്. അപ്പൊ കുട്ടികൾക്കായാലും ശരി, നമുക്കറിയാം കറക്റ്റ് 1 മാസം, 1.5 മാസം, 2 മാസം അങ്ങനെ കറക്റ്റ് ആയിട്ടുള്ള വാക്സിനേഷൻ ടൈം ഉണ്ട്. പ്രോപ്പർ ആയിട്ട് ഇമ്മ്യൂണൈസേഷൻ ചെയ്യാം. അതുപോലെ തന്നെ പ്രോപ്പർ ഹൈജീൻ, വ്യക്തി ശുചിത്വം പോലെ തന്നെ പരിസര ശുചിത്വം കൂടി ഇമ്പോർട്ടന്റ് ആണ്. പ്രോപ്പർ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യാം. ഹെൽത്തി ഫുഡ് ഹാബിറ്റ്സ്, നമുക്കിപ്പോൾ അനീമിക് കണ്ടീഷനിൽ റിസൾട്ട് ചെയ്യുന്ന രോഗങ്ങളാണെങ്കിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് ഫുഡ്, ക്വാളിറ്റി ഫുഡ് തന്നെ നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അവോയ്ഡ് ഇൻസെക്ട് ബൈറ്റ്സ്, വെക്ടർ ബോൺ ഡിസീസസ് ആയ ചിക്കൻ ഗുനിയ, ഡെങ്കു ഒക്കെ പ്രിവെന്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്താണ്, നമ്മളുടെ സറൗണ്ടിങ്സും ക്ലീൻ ആയിട്ട് വെക്കുക. അതുപോലെ തന്നെ ഇൻസെക്ട് ബൈറ്റ്സ്, കൊതുക് കടിയും നമ്മൾ ഒഴിവാക്കേണ്ടതുണ്ട്. ഇനി കീപ് ദ സറൗണ്ടിങ്സ് ഡ്രൈ ആൻഡ് ക്ലീൻ. നമുക്കറിയാം നമ്മൾ ഡ്രൈ ഡേ ആചരിക്കാറുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? ഈ പറയുന്ന വെക്ടർ ബോൺ, മെയിൻലി കൊതുക് ജന്യ രോഗങ്ങളെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡ്രൈ ഡേ ആചരിക്കുന്നത്. ഇനി സിവിയർ കണ്ടീഷൻ ആയാലും ശരി, ഏതെങ്കിലും ഒരു സിംറ്റംസ് കണ്ടു തുടങ്ങിക്കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് ഡോക്ടറുടെ അടുത്ത് പോവുക, ട്രീറ്റ്മെന്റ് എടുക്കുക. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വിച്ച് സെറ്റ് ഓഫ് ഡിസീസ് ആർ കോസ്ഡ് ബൈ ബാക്ടീരിയ? ബാക്ടീരിയൽ ഡിസീസ് ഏതൊക്കെയാണെന്നാണ് ചോദ്യം വന്നിരിക്കുന്നത്. ഓപ്ഷൻ ബി ആണ് ആൻസർ വന്നത്. ടൈഫോയിഡ്, കോളറ, ട്യൂബർക്ലോസിസ് ആണ് ബാക്ടീരിയൽ ഡിസീസ് ആയിട്ട് വന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ചിക്കൻ ഗുനിയ സ്പ്രെഡ്സ് ത്രൂ ദ വെക്ടർ. ഏത് വെക്ടർ വഴിയിട്ടാണ് ചിക്കൻ ഗുനിയ സ്പ്രെഡ് ചെയ്യുന്നത്? ഓപ്ഷൻ ഡി, ഏഡിസ് മൊസ്കിറ്റോ വഴിയിട്ടാണ് ചിക്കൻ ഗുനിയ സ്പ്രെഡ് ചെയ്യുന്നത്. Name the bacteria that cause dysentery. Dysentery cause ചെയ്യുന്ന ബാക്ടീരിയ ആണ് ഓപ്ഷൻ എ, ഷിജെല്ല ആണ് dysentery cause ചെയ്യുന്നത്. Question number 4. Name the costly organism for chicken pox. Chicken pox cause ചെയ്യുന്നത് ഓപ്ഷൻ ഡി, വാരിസെല്ല വൈറസ് ആണ് ചിക്കൻ പോക്സ് കോസ് ചെയ്യുന്നത്. MMR വാക്സിൻ. MMR വാക്സിൻ മംസ്, മീസൽസ്, റുബല്ല. ഓപ്ഷൻ എ ആണ് ആൻസർ വന്നത്. MMR വാക്സിൻ മംസ്, മിസൽസ്, റുബല്ല 3 കാര്യങ്ങൾക്കും കൂടി ഒരുമിച്ചുള്ള ഒരു സിംഗിൾ വാക്സിൻ ആണ് MMR വാക്സിൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്. താങ്ക് യു.